ചില ഡിസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലേഖനഭാഗത്തില് പൗലോസിലെ നമ്മളോട് ഏലിയ ഇസ്രായേലിനെതിരായിട്ട് ദൈവത്തോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളോട് വളരെ മനോഹരമായിട്ടുള്ള ദൈവവചന ഭാഗം നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. അവിടെ പൗലോസിലെ പ്രകാരം പറയുകയാണ്, ഏലിയ പഴയ നിയമത്തിലെ ഏലിയ പ്രവാചകൻ ദൈവത്തോട് പ്രകാരം പ്രാർത്ഥിക്കുകയാണ്, ഇസ്രായേലിനെതിരായിട്ട് പ്രകാരം പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇങ്ങനെ പ്രവാചകന്മാരെ അവർ വധിച്ചു, എല്ലാവരെയും അവർ കൊന്നു, അവശേഷിക്കുന്നവൻ ഞാൻ മാത്രമാണ്, എന്റെ ജീവനെയും അവർ തേടുന്നു എന്ന് പറയുകയാണ്. അപ്പൊ ദൈവം ഏലിയയ്ക്ക് മറുപടി കൊടുക്കുകയാണ്, നീ പേടിക്കണ്ട, ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് പറയുക. എന്നിട്ട് പൗലോസിലെ പറയുകയാണ്, ഇപ്രകാരം കൃപയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഇന്നത്തെ കാലഘട്ടത്തിലും ഉണ്ടെന്ന് പറയുകയാണ്. ഇന്നത്തെ ഈ ലേഖന ഭാഗം അല്ലെങ്കിൽ ഈ ദൈവവചന ഭാഗം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരുപക്ഷെ നമ്മളും ഇതുപോലെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗത്തിൽ പെടുന്നവരായിരിക്കും. എന്ന് പറഞ്ഞാൽ ചില ഒരു ഒറ്റപ്പെടലുകൾ നമുക്കും ഫേസ് ചെയ്യേണ്ടി വന്നേക്കും. വിശ്വാസ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കും. ഒരുപക്ഷെ ഒരു കുടുംബത്തിന്റെ അവസ്ഥ എടുക്കുന്നു, ആ കുടുംബത്തില് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളെ ഉണ്ടാകുള്ളൂ. ഒരുപക്ഷെ നമ്മളും അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ കുടുംബത്തില് ഒറ്റപ്പെടലിന്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ പള്ളിയിൽ ഒരു സംഘടന എടുക്കുന്നു, അവിടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളെ ഉണ്ടാകുള്ളൂ. ചിലപ്പോൾ നമുക്കും ഒറ്റപ്പെടലുകൾ തോന്നും. ബാക്കി എല്ലാവരും ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആരുമില്ല. ഒരുപക്ഷെ ആത്മീയമായിട്ടുള്ള ഒറ്റപ്പെടലുകൾ ഏലിയയെ പോലെ നമുക്കും ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ ദൈവം പറയുകയാണ്, നീ പേടിക്കണ്ട, നീ വിശ്വാസ ജീവിതത്തില് നീ ഒറ്റയ്ക്കല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പിടി ആളുകള് അല്ലെങ്കിൽ ഒരുപാട് ആളുകള് ദൈവം നിന്നെ പോലെ മറ്റു സ്ഥലങ്ങളിലും തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നീ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പൗലോസിലെ പറയുകയാണ്, ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരാരും സ്വന്തം പ്രവർത്തികളുടെ ഫലമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, മറിച്ച് അത് കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആത്മീയമായിട്ട് വളരാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, ആത്മീയ മേഖലയിൽ നമുക്ക് മടുപ്പ് കൂടാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, പൗലോസിലെ പറയുകയാണ്, ദൈവത്തിന്റെ കൃപയല്ലാതെ ഒന്നുമല്ല. അപ്പൊ ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ ഈ 2 ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. വിശ്വാസ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല. ഒരുപക്ഷെ എന്റെ കുടുംബത്തിൽ ഞാൻ ഒറ്റപ്പെടൽ അനുഭവിച്ചാലും, എന്റെ സമൂഹത്തിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നലുണ്ടായാലും, ദൈവം പറയുന്നു ഞാൻ ഒറ്റയ്ക്കല്ല. അതേപോലെയുള്ള അനേകം പേരെ ദൈവം മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് അങ്ങനെ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാലാണ്. അത് കാരണം ദൈവത്തിന് നന്ദിയോടെ, ദൈവത്തിന് നന്ദി പറഞ്ഞ് പോകാനായിട്ട് ശ്രമിക്കണം. ഈ 2 കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്